സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തിൽ നാം ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ വായിക്കുന്നുണ്ട്. ധനവാൻ അവൻ ലൗകിക കാര്യങ്ങളിൽ നിന്നും ഉള്ള എല്ലാ സമ്പാദ്യങ്ങളും അവൻ സമ്പാദിച്ചു, സ്വരുക്കൂട്ടി വെച്ചു. എന്നാൽ യഥാർത്ഥ സമ്പാദ്യമായ ക്രിസ്തുവിനെ അവൻ സമ്പാദിക്കാനായിട്ട് മറന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയുള്ള ഒരു അക്ഷീണമായ പ്രവർത്തനം അല്ലായിരുന്നു അവൻ്റെ കാര്യങ്ങളും ജീവിത രീതിയും എല്ലാം തന്നെ. അപ്പോഴാണ് ലാസറിനെ ധനവാന്റെ പടിവാതിൽക്കലേക്ക് ക്രിസ്തു അയക്കുന്നത്. ലൂക്ക ഈ ലാസറിനെ ഉപമിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു ഗോവേണിയായിട്ടാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് അവസാനത്തെ ഒരു സാധ്യത ഈ ലാസർ എന്ന വ്യക്തിയിലൂടെ ഈശോ ഇട്ടുകൊടുത്തപ്പോഴും ആ ലാസറിനെ പോലും വകവയ്ക്കാതെ അവൻ തന്നിലേക്ക് തന്നെ ചുരുങ്ങിപ്പോയി കൊണ്ടുകൊണ്ട് താൻ ഈ ലോകത്തിൽ നിന്ന് സമ്പാദിച്ച കാര്യങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് തൻ്റെ സഹോദരന്മാരൊത്ത് ആഹ്ലാദിച്ച് ഉല്ലസിക്കുകയാണ്. അപ്പോഴും യഥാർത്ഥ സമ്പാദ്യമായ ക്രിസ്തുവിനെ നുകരുവാനായിട്ട് അവന് സാധിച്ചിരുന്നില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗത്തിലേക്കുള്ള ഒരു ഗോവേണിയായി ലൂക്കാ സുവിശേഷകൻ ഈ ലാസറിനെ ഇവിടെ പ്രതിപാദിക്കുമ്പോൾ, പ്രതീകാത്മകമായിട്ട് വർണ്ണിക്കുമ്പോഴും ചിത്രീകരിക്കുമ്പോഴും ഈ ലാസറിനെ ഒന്ന് വകവെക്കാൻ പോലും അവൻ തുനിഞ്ഞില്ല എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, ഈ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെയും ക്രിസ്തു നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ലോകത്തിലെ സകല കാര്യങ്ങൾ നേടിയാലും ഒന്നുമില്ല. ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനം എന്ന ആ ക്രിസ്തുവചനം നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു തിരുവചന ഭാഗമാണ്. ഒരു ക്രിസ്ത്യാനിയായിട്ട്, ഉത്തമ ക്രിസ്ത്യാനിയായിട്ട് നാം ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, മറ്റുള്ളവനിൽ ക്രിസ്തുവിനെ കാണുവാനായിട്ട്, ഞാൻ സ്വീകരിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനായിട്ടും നാം പരിശ്രമിക്കണം.